അനു നെട്ടൂലേ, നെട്ടുന്നാ വിചാരിക്കണം കേട്ടോ. അനു താഴ്ത്തുണ്ട്. അപ്പൊ മക്കളെ, ജിസാൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പൊ നമ്മൾ നാഗമംഗലത്ത് നിന്ന് നേരെ ഇപ്പോൾ നാട്ടിലേക്ക് ഇന്ന് രാവിലെ എത്തി. രാവിലെ അല്ല, സോറി, ഇന്ന് രാത്രി 1 മണിക്ക് എത്തിയത്. വയനാട് ബ്ലോക്കും ചൊരടിച്ചിലൊക്കെ ആയതുകൊണ്ട് ബസ് ഇല്ലാത്തതുകൊണ്ട് ഒരു 6:30 ബസ്സിനാണ് പോകുന്നത്. ഫസ്റ്റൊക്കെ ഒരു 10:00 ബസ്സിനല്ല ആദ്യമൊക്കെ പോകുന്നത്. ഒരു ഉറക്കമൊക്കെ ഉറങ്ങി നീച്ച്. അപ്പം ഇന്നത്തെ നമ്മ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്നല്ല നാളെ എൻ്റെ അനുമാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്ക് അനുമ്മക്ക് നല്ലൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അനുമാൻ നമ്മളോട് കൂട്ടിക്കൊണ്ടിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയാണ് ഒരു ദിവസം നേരത്തെ വന്നത്. 4-ാം തീയതി ഉമ്മച്ചി ഉംറക്കോ പോകണം. അതിനും കൂടിയായിട്ടാണ് വന്നത്. ഇനി ഇതിനും കൂടും ചെയ്യാം. ഒട്ടാക്കിയിട്ട് വരവാണ് ഈ പ്രാവശ്യത്തെ വരവ്. അപ്പം എന്താണെങ്കിലും നമ്മൾ പോയി കാണാൻ അതിന് സർപ്രൈസുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ഏട്ടൻ്റെ വൈഫ് ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കണം. ഇങ്ങനത്തെ ഓരോ വർക്കും ഇതൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളാണ്. ഗിഫ്റ്റ്, സർപ്രൈസ്, ആർട്ട് വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇനി കുറച്ച് ബലൂണ്, റോസ്, കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. പിന്നെ എൻ്റെ മുടി കണ്ടില്ലേ, കർണാടകയിൽ നിന്ന് വെട്ടിയ വേഗം കുളവും. അതുകൊണ്ട് നാട്ടിൽ വരുമ്പോൾ നാട്ടിൽ നിന്ന് വെട്ടുക. നമ്മൾ ചമ്മാട് സ്ഥിരം വെട്ടണ സലൂണിൽ പോയിക്കാണ്ട് നമുക്ക് മുടി വെട്ടിക്കണം ഫസ്റ്റ്. ഇങ്ങോട്ട് കോലൊക്കെ ആകെ മാറി. ഇങ്ങോട്ട് വൈകുന്നേരം മരിവൊക്കെ ആകുമ്പോഴത്തേന് അനുവിനെ പോയി കൂട്ടിക്കൊണ്ടുവന്ന് ഒരു 10:30 ആകുമ്പോഴത്തേന് സർപ്രൈസ് നമ്മൾ കൊടുക്കും കേട്ടോ. 12 മണിക്കൊക്കെ ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും എടുക്കാൻ നേരം പോകും. 10:30 തന്നെ നമ്മൾ അഡ്വാൻസ് സർപ്രൈസ് അനുവിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ കൂടെ വന്നപ്പോൾ കണ്ടാട്ടോ, നമ്മള് ഇത് ഉമ്മച്ചി ഫ്രെയിം ചെയ്ത് വെച്ചാന്ന് പറഞ്ഞു. ഇത് പണ്ട് ഞങ്ങൾ ഊട്ടിയിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. ഊട്ടിയിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ തന്നെ ഇങ്ങനെ നോക്കി, എന്തപ്പോൾ ഇത് ഇവിടെ ഒരു ഫോട്ടോ. ഞാൻ വിചാരിച്ചു ഇനി സീനു ഏട്ടനായി പറ്റി കൊടുത്ത ഓൾ ഇങ്ങനത്തെ ഓരോ ഫ്രെയിം ഇതൊക്കെ ചെയ്യണല്ലേ, ഓളെ വെച്ചാൽ ഉമ്മച്ചി ഫ്രെയിം ചെയ്ത് വെച്ചാന്ന് പറഞ്ഞു. ഉമ്മച്ചി കണ്ടോ, ഇതിൽ മുത്തുമില്ല, മുത്തു ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിലുണ്ട്. ഭാവിയില്ല ഈ ഫോട്ടോ കേട്ടോ. ഊട്ടിന്ന് ഞങ്ങള് മറ്റേ അപ്പം ഫോട്ടോ എടുത്തരല്ലോ, ഓലെടുത്ത് വെച്ചാണിത്. പിന്നെ ഇതൊക്കെ നമ്മളെ ഇതൊക്കെ റെഡിയാക്കി വെച്ചാണ് ഫോട്ടോകളെ, ഡ്രസ്സ്, പിന്നെ ഇതിലേക്കുള്ള ചെരുപ്പ്, ചോക്ലേറ്റ് ഒക്കെ ഇനി വാങ്ങണം കേട്ടോ. പിന്നെ ചെറിയ പൊക്ക അതിന് കൊടുക്കാനുള്ള. ഇത് ഡെയിലി യൂസിൻ്റെ ഒരു ടോപ്പ് അങ്ങനത്തെ വാങ്ങിയതാണ്. പിന്നെ ഇതിലൊക്കെ ബലൂൺ, ആ പൊട്ടിക്കണ സാധനം, ആ സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ നമ്മക്ക് നല്ലൊരു സർപ്രൈസ് കൊടുക്കണം. ഇത് പിന്നെ ഇവിടെ ഒരു ബോക്സും കൂടി ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ കണ്ട് ഇതൊക്കെ സിനു റെഡി ആക്കി വെച്ചതാണ് കേട്ടോ. അപ്പൊ എനിക്ക് അതൊന്നും തുറന്നു നോക്കിയിട്ടില്ല ഞാൻ. അങ്ങനെ എൻ്റെ ബാഗ്, സ്റ്റീഫൻ്റെ ഡ്രസ്സ്, കാര്യങ്ങള്, ചെരുപ്പ്, മെച്ച് കുമ്പ്രക്കോള ഷൂ ഒക്കെ അതിലാട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് പോയിക്കാണ് മുടി വെട്ടിച്ച് വന്നിട്ട് ബാക്കി കാണാം. സലൂണിൽ ഓനക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ഓനെ കാണിക്കട്ടെ ഞാൻ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമ്മൾ സലൂണിൽ എത്തിട്ടോ. സലൂൺ സ്ഥിരം വെട്ടുന്ന ഷോപ്പ് അല്ല കേട്ടോ. ഞാൻ സ്ഥിരം ചമ്മാടുന്ന ഷോപ്പ് നിന്ന് വെട്ടുള്ളൂ. ഇത് മാനിപ്പാടം ഫേസ്ബുക്കിൽ നിന്നാട്ടോ കിട്ടിയത്. കുഴപ്പമില്ല കേട്ടോ, നല്ല രീതിയിൽ ചക്കൻ വെട്ടി തന്നെ എനിക്ക്. അപ്പം നമ്മള് അനുവിൻ്റെ ബർത്ത്ഡേക്കുള്ള സർപ്രൈസ് ഒരുക്കാട്ടോ. ബലൂണ് വീർപ്പിച്ച് തുടങ്ങിയിട്ടുള്ളൂ ബലൂണൊക്കെ. അപ്പൊ നമുക്ക് ബലൂൺ വീർപ്പിച്ച്, ഇത് ഫുള്ള് അതിന്റെ തൊള്ളായിട്ടാണ് കേട്ടോ വീർപ്പിക്കണത്. മറ്റേ സാധനം ഇല്ല. പിന്നെ അതിൻ്റെ ബർത്ത്ഡേക്ക് അല്ല, ഷെഫയുടെ അടുത്താണ് കുഴപ്പമില്ല, ഇറച്ചിയാണ് വീർപ്പിക്കാണ്. ഇത് ഫുള്ള് വീർപ്പിക്കാതെ കേട്ടോ. അതേപോലെ കുറച്ച് ഹാർട്ട് ബലൂൺ ഉണ്ട്. ഇത് ഹാർട്ട് ഷേപ്പിൽ വരുന്ന ബലൂണാട്ടോ. വേറെ പരിപാടി മേലത്തെ റൂമിലാട്ടോ നമ്മൾ സെറ്റ് ആക്കണത്. കാരണം ഈ റൂമൊക്കെ പെട്ടെന്ന് രാവിലെ അനു കൊണ്ടുവരുമ്പോൾ ഈ റൂമൊക്കെ ചിലപ്പോൾ പേരുണ്ടാവുക. ഇതിൻ്റെ അടിയത്തെ റൂമാണ്. മേലത്തെ എൻ്റെ റൂമിൽ പണിയൊന്നും കഴിയാത്തതുകൊണ്ട് ഇവിടെ ഞങ്ങൾ കിടക്കല്. അപ്പോൾ മേലെ വേറെ റൂമുണ്ട്. ആ റൂമിലാണ് നമ്മൾ ബർത്ത്ഡേക്കൾ സെറ്റാക്കി വെക്കണത്. അപ്പം വീർപ്പിച്ച് നോക്കാം. നാളെ ഒക്കെ വരാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനൊക്കെ എത്താൻ വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് പരിപാടി ഉള്ളതുകൊണ്ട് നേരത്തെ പോകുന്നതാണ്. ഇത്ര വലിപ്പമാവുള്ളൂ തോന്നണം കേട്ടോ. ഇനി പൊട്ടിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഷേപ്പ് പോയിക്കാളും. കെട്ടാൻ കാണില്ല, ഇതന്നെ നല്ല ടൈറ്റിൽ തയ്ക്കുന്നുണ്ട്. മുടിയിട്ട് കേട്ടോ. മുടിയിട്ടിപ്പോൾ അവന് കത്രിക വെച്ചിലിൻ്റെ ചുണ്ട് ചെറുതായിട്ടൊന്ന് കട്ടായി പോയി. കട്ടായിന്ന് വെച്ചാൽ ചെറിയൊരു ഇതുമാണ്. പോയിസ് ഇനി കയറുമെന്നാവോ. ഇനി ഇത് ഫുള്ള് വീർപ്പിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, കഴിഞ്ഞു കേട്ടോ. ഫുള്ള് അങ്ങനെ വീർപ്പിക്കാൻ എന്തായാലും കഴിയൂല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാലിനോട് പോയിക്കാണ് കേക്കൊക്കെ വാങ്ങിയിട്ട്. പിന്നെന്താ വാങ്ങാനുള്ളത്? കേക്ക്, പിന്നെ ഒരു ഡ്രസ്സിൻ്റെ കൂടെ വെക്കാൻ കുറച്ച് ചോക്ലേറ്റ് സാധനമൊക്കെ വാങ്ങാണ്ട്.
അതൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇത് വീർപ്പിക്കുന്ന സാധനം ഉണ്ടല്ലോ ഇങ്ങനെ അടിക്കണം, അതൊന്ന് വാങ്ങണം. കാരണം ഇത് മൊത്തം വീർപ്പിച്ച് തീരൂല, എനിക്ക് വേറെയും കുറച്ച് പരിപാടികളുണ്ട്. ഇത്ര വീർപ്പിച്ചിട്ടോ, ഇത്ര എനിക്ക് പറ്റിയിട്ടുള്ളൂ. അപ്പം ഇനി ബാക്കി മറ്റേ കൂടെ വീർപ്പിക്കാം. ഓക്കെ, അപ്പം ഞാൻ അപ്പം ഇനി കേക്ക് പോയി വാങ്ങിക്കൊണ്ടിരട്ടെ. അങ്ങനെ ഈ കേക്കൊക്കെ വാങ്ങിക്കൊടുന്നു കേട്ടോ. കേക്ക് വാങ്ങിക്കൊടുന്ന്, അതേപോലെ ചോക്ലേറ്റ് ആ ഡ്രസ്സിൻ്റെ കൂടെ വെക്കാനുള്ള പെട്ടികളിലെ ചോക്ലേറ്റ് വാങ്ങിക്കൊടുന്ന്. ഇനി ഇത് ബാക്കിയും കൂടി വീർപ്പിക്കണം, കുറെ വീർപ്പിക്കാണ്. മറ്റേ ഇത് അടിക്കണ സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര നല്ല എനർജി എടുത്ത് അടിച്ചുകൊണ്ടേ നിൽക്കണം. അതിനും നല്ലത് എന്നാല് മെഷീൻ്റെ വല്ല സാധനങ്ങൾ കിട്ടൂല വെച്ചാൽ അങ്ങനത്തെ വാങ്ങാൻ കിട്ടാനില്ല. അപ്പം നമ്മൾ ഊതി തന്നെ വീർപ്പിക്കണം. ഊതി കഴിഞ്ഞിട്ട് വിളിക്കുക. ഫോണിലാണ് ചാർജും ഇല്ല, കുത്തി വെക്കണം. ഒരു 6 മണിയാകുമ്പോൾ അനുവിനെ കൂട്ടി കൊണ്ടുപോകാൻ പോകണം. ഇങ്ങോട്ട് ഫുഡൊക്കെ കഴിച്ച് വരുമ്പോൾ ഒരു 10:30 ആകുമ്പോഴത്തേനും സർപ്രൈസ് പ്ലാൻ ചെയ്യണം കേട്ടോ. അപ്പോൾ സിനു ഇപ്പോൾ ഏകദേശം സിനുവിൻ്റെ കാക്കാൻ്റെ വൈഫ് കുറച്ചും കൂടി കഴിഞ്ഞാൽ വരും. ഇങ്ങോട്ട് വേണം ബാക്കി പ്ലാനൊക്കെ. ഇങ്ങനത്തെ പരിപാടി ചെയ്യണോണ്ട് പ്ലാനൊക്കെ ഉള്ളതാട്ടോ, അങ്ങനെ ചെയ്ത് കൊടുക്കണമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സർപ്രൈസ് പരിപാടിയൊക്കെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ റൂം എങ്ങനെയുണ്ടെങ്കിൽ കാണിച്ചു തരാം. അതിന് താഴത്തുണ്ട്. അതിന് ഒരു ഐഡിയ ഇല്ല, ഒരു ഐഡിയ ഇല്ല കേട്ടോ. റൂമൊക്കെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അനു നെട്ടൂലേ, നെട്ടുന്നാ വിചാരിക്കണം കേട്ടോ. അനു താഴത്തുണ്ട്, അനു അറിയില്ല കേട്ടോ. നമുക്ക് ഫോണിലൂടെ വെച്ചാണ് അനുവിനോട് വിളിക്കാം. ആരാ വീഡിയോ എടുക്കണ ആരാ? ആ മൂലൊക്കെ ഒന്ന് വീഡിയോ എടുത്തോ. സർപ്രൈസ് ആയാ? എങ്ങനെയുണ്ട്? ഇത് പിടിക്കൂ, വ്ളോഗ് എടുക്കൂ, എന്നാ വിഷയം? വീഡിയോ എടുത്തരാണ്. എന്താ ബർത്ത്ഡേക്ക് പറയാനുള്ളേ? ആ പാട്ടോ പറയില്ല, കോപ്പിറൈറ്റ് പോയി പറയ്. എന്താ ബർത്ത്ഡേക്ക് പറയാനുള്ളത്? സർപ്രൈസ് വിചാരിച്ചില്ല? ഇനി എനിക്ക് വേറെ കാര്യം ചോദിക്കാണ്ട്. എനിക്ക് തന്ന സർപ്രൈസ് ആണ്, ഈ സർപ്രൈസ് ആണ് ഏറ്റവും വലുത്. അതാണ് കേട്ടോ. എന്നാലും ഇത് വലുത് തന്നെയാണ്. എത്രാമത് ബർത്ത്ഡേ? 19ാമത്തെ ബർത്ത്ഡേ കേട്ടോ അനുവിന്റെ. ഈ ഡെക്കറേഷൻ പണിയൊക്കെ ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് ലാസ്റ്റ് കേട്ടോ. അപ്പം മക്കളെ, അപ്പോൾ കണ്ടില്ല, ഇതാണ് അനുവിന് ബർത്ത്ഡേ കൊടുത്ത സർപ്രൈസ് കേട്ടോ. അപ്പം ഞാൻ അനുവിനോട് തന്നെ ചോദിച്ചേക്കാം അനുവിൻ്റെ ബർത്ത്ഡേ സർപ്രൈസിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത്. എന്താ അനു പറയും, സർപ്രൈസ് എങ്ങനെ ഉണ്ടായിനി? സർപ്രൈസ് അടിപൊളിയേനി. നീ പ്രതീക്ഷിച്ചിനാ? ഇല്ല, തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം പ്രതീക്ഷിക്കാക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം എല്ലാ ബർത്ത്ഡേക്കും എന്തെങ്കിലും സർപ്രൈസ് ചെയ്യലുണ്ടല്ലോ. അതെ അതെ. അപ്പോഴോ? അപ്പോൾ ഈ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും? ഇല്ല. അപ്പോൾ നമ്മളെങ്ങോട്ടാ പോണേ മാറ്റിയാണ്ട്? ഏത് സിനിമക്ക്? ലോക. അപ്പം നമ്മൾ പടത്തിന് പോവാണ് ഗൈസ്. പടത്തിന് ലോകക്കാണ് പോകണത്. പരപ്പനങ്ങാടിയിലാട്ടോ പോണേ. പരപ്പനങ്ങാടി ഇപ്പോൾ പുതിയ തിയേറ്റർ വന്നതല്ലേ, പ്രയാഗ്. അപ്പോൾ നല്ല സെറ്റപ്പ് തിയേറ്റർ വന്നതാണ്. അപ്പോൾ അവിടെ പോയിക്കാണ് പടം കാണാനായിട്ട് പോണത്. അങ്ങനെയാണ്ട് ബീച്ചൊക്കെ ഒന്നാണ്ട് സ്ഥലം പോകുന്നുണ്ട്. അന്ന് വ്ളോഗ് എടുക്കണില്ല, നോക്കട്ടെ. നമ്മള് ബീച്ചിലൊക്കെ പോയി വന്നിക്കാണ്ട് അനുമാക്കൊരു മോമോസോ ലോഡർ പൈസ എന്താ കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ പരപ്പാടിയിൽ എൻ്റെ ഫ്രണ്ട് വിളിച്ചു അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല. നമ്മളൊരു കട ഇങ്ങനെ കണ്ട് അപ്പോൾ കയറി നോക്കിയതാട്ടോ. അവർ എൻ്റെയും കഴിക്കാറ്. അങ്ങനെ കയറി വയ്ക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കണ്ട അവിടെ ബോർഡ് മാജിക് ഓഫ് മോമോസ്. അതിന് സന്തോഷം ഉണ്ടോ? അതിന് എങ്ങനെ കിട്ടിയില്ലേ? തിന്നിട്ട് വേണേ ബാക്കി പറയാല്ലേ, രസമുണ്ടോ ഇല്ല തിന്നിട്ട് വേണേ പറയാം. ബീച്ചിൽ പോയപ്പോൾ നല്ലൊരു വ്യൂ കിട്ടിയിട്ടോ. പിന്നെ ഞങ്ങൾ പടത്തിന് പോയി വരുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞ വീഡിയോയിലെ ഈ വീഡിയോയിലും അറിയില്ല. പടത്തിന് പോയി വരുന്നുണ്ട്. ഇവിടുന്ന് ഓർഡർ പൈസ മോമോസ് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ഇനി ബാക്കി പരിപാടി കേട്ടോ. എങ്ങനെയുണ്ടാനോ പടം? അടിപൊളി പടം അല്ലേ?
എനിക്ക് അതിന്റെ പടത്തിൽ എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഏത് പട? കല്യാണി സാധനം നോക്കി ഓക്കെ തിന്നോക്ക. ചൂടാ? ആ ചൂടൊക്കെ വേണം. ഓർഡർ പ്രൈസും ബാക്കി സംഭവം എത്തിരി കേട്ടോ. അതുണ്ട്. പണ്ട് മണാലി പോയപ്പോ സമയത്താണ് അവിടുത്തെ കഴിച്ചു കേട്ടോ. അത് വേറെ ചായ. ഞാനും ഒന്നാമോ ചൂടില്ല ഇല്ല. അപ്പൊ അതല്ലേക്കടേ അങ്ങനെ നമ്മളെ ഓർഡർ പ്രൈസും കൂടി വന്നേനെ കേട്ടോ. എന്താ പാട് നോക്കട്ടെ. നോക്കാം. ഞാനും അനുകൂടി ലുലുമാളാണ്, കോഴിക്കോട് ലുലുമാളാണ്. അപ്പൊ ഇന്നിവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട്, പുലിക്കളിയൊക്കെ ഉണ്ട്. പുലിക്കളി മാവേലൊക്കെ ഉണ്ട്. നമ്മൾക്ക് വരാൻ അറിയില്ല കേട്ടോ. അവിടെ ഞാൻ പുലിക്കളി അടിക്കില്ല. അപ്പൊ ഞങ്ങൾ ചുറ്റിക്കുന്ന ചെറിയൊരു ബർഗറും ഇതൊക്കെ വാങ്ങിയതാണ് കഴിക്കാൻ. ഇതൊക്കെ പോകുന്നതാണ്. ലുലുമാൾ ആദ്യമായിട്ടല്ലേ? കോഴിക്കോട് ലുലുമാൾ ഞങ്ങൾ എടുത്തായിട്ട് ഇതുവരെ വന്നിട്ട് കേട്ടോ. കോഴിക്കോട് ലുലുമാൾക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഞാനോ ആദ്യമായിട്ടാണ് വരുന്നത്. തിരുവനന്തപുരം എറണാകുളമൊക്കെ പോയിക്കുന്നത്, കോഴിക്കോട് ആദ്യമായിട്ട് വരുന്നത്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുങ്ങി കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് പൂവൊക്കെ വെച്ച് തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോ വാതിൽക്കൽ ഒരു കുട്ട് കേൾക്കും. ആദ്യം ഒന്ന് വെളുത് അറിയാം ഇയാളായിരിക്കും. പിന്നെയും മുട്ടുമ്പോ ഇവള് പോയിട്ട് തുറക്കും. തുറന്നു കഴിഞ്ഞിട്ട് ചോദിക്കും, നീ മാട്ടലെ മായനുര, നീ പറഞ്ഞ. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്തുക. അപ്പോൾ കിടിലം വീഡിയോസ് ഇനിയും വരും ഇൻഷാ അള്ളാ. കുറച്ച് ലാഗായിട്ടൊക്കെ വീഡിയോസൊക്കെ വരിക, കാരണം ഷോപ്പിൻ്റെ ഓരോ തിരക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് ഈ വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ.